പത്തനംതിട്ട കുമ്പഴ ITI പടിക്ക് സമീപം വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. ഡ്രൈവർ കുമ്പഴ സ്വദേശി വിജയൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ശ്രീരാജ് ബാബു ചേരുന്നു വിവരങ്ങളുമായി. ശ്രീരാജ്, പത്തനംതിട്ടയിലേക്ക് പൊതുസ്ഥിതി എന്താണ്? ഇപ്പോൾ പറഞ്ഞ ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ലക്ഷ്മി, ജില്ലയിൽ കനത്ത മഴയാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ശക്തമായ കാറ്റുമുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മരം മുറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ഭാഗമായാണ് കുമ്പഴ മൈലപ്ര ITI പടിക്ക് സമീപം ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ മരം വീണ് കാറിന് മുകളിലേക്ക് മരം വീണത്. ഒമിനി വാനിന് മുകളിലേക്കായിരുന്നു മരം വീണത്. അതിൽ ഡ്രൈവറായ വിജയൻ കുമ്പഴ സ്വദേശി തന്നെയാണ്, കുമ്പഴ വടക്ക് സ്വദേശി തന്നെയാണ്. ഡ്രൈവർ ഉൾപ്പെടെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന സമയമാണ് ഇത്തരത്തിൽ മരം വീണത്. പക്ഷേ ഇയാൾക്ക്, ഡ്രൈവർ വിജയന്, കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ആ വലിയ മരമാണ്, വലിയ ഭാരമുള്ള മരമാണ്. വാഹനത്തിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുമുണ്ട്. പക്ഷേ ഈ മരം ഈ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന വിജയൻ്റെ ദേഹത്തേക്ക് വീണില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസം. അതുകൊണ്ട് തന്നെ അയാളെ അടുത്ത താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ പോലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അയാൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ജില്ലയിൽ ആകമാനം എന്തായാലും കനത്ത മഴ തന്നെയാണ് രാവിലെ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റാന്നിയിൽ ഉൾപ്പെടെ ഇന്ന് 100-ൽ പരം മരങ്ങൾ ഒരുമിച്ച് ചുഴലിക്ക് സമാനമായ കാറ്റടിച്ച് കടപുഴകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ആ പ്രദേശമാകെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട, വൈദ്യുതി ബന്ധം നിലച്ച സാഹചര്യമാണ്. അതെല്ലാം തന്നെ നിലവിൽ KCB അധികൃതർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയും വൈദ്യുതി ബന്ധം പൂർണ്ണമായും വൈദ്യുതി ബന്ധം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോന്നിയിലും സമാനമായ രീതിയിലുള്ള സാഹചര്യമുണ്ട്. മഴയിലും കാറ്റിലും മരം വീഴുന്ന സാഹചര്യം. അതുപോലെ തന്നെ പന്തളം, കോഴഞ്ചേരി ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ജില്ലയിലാകമാനം തന്നെ ഇത്തരത്തിൽ മരം വീണുള്ള നാശനഷ്ടങ്ങളാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. വീടിൻ്റെ മുകളിലേക്ക് ഉൾപ്പെടെ പന്തളത്ത് മരം വീഴുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ നിരണത്തെ ഒരു വീടിൻ്റെ മുകളിലേക്ക് ഇത്തരത്തിൽ മരം വീണ് ആ വീട് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ ആളുകളില്ലാത്തതിനാൽ തന്നെ വലിയ ആശ്വാസമാണ്. അത് ആളുകൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ സർക്കാരിൻ്റെ ഉൾപ്പെടെ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ആ വീട് ചെറിയ വീടായിരുന്നു. ആ വീട് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മഴ കനത്തതോടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലക്ഷ്മി, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു.